വന്നത് കൂൺഗ്രാമം എന്ന പരിപാടിയുടെ ഒരു എക്സിബിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഓച്ചിറ ബ്ലോക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പരിപാടിക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ കൂണിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് പറയുന്നത്. കൂണ് കൊണ്ട് ഒരുപാട് സാധനങ്ങൾ സ്റ്റാളുകളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് കൂണ്. അപ്പോൾ നമുക്ക് കൂണിൻ്റെ കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നത്. കൂണെന്ന് പറഞ്ഞാൽ കൂൺ ഏറ്റവും മനുഷ്യന് ഏറ്റവും നല്ല അത്യാവശ്യമായ ഒരു ഫുഡാണ്. മായമില്ലാതെ കഴിക്കാൻ പറ്റിയ ഒരേ ഒരു ഫുഡാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂണെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള എനർജി ബൂസ്റ്റിംഗ് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലൊരു സാധനമാണ് കൂണ്. കൂണ് കഴിക്കുക, എല്ലാവരും കഴിക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതെല്ലാം കൂണ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഐറ്റംസ് ആണ്. കംപ്ലീറ്റ് കൂണിന്റെ ഐറ്റംസ് തന്നെ ആയിരിക്കും, വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഈ കേക്ക് വരെ ഇന്ന് ഉണ്ടാക്കിയതാ. ഉമ്മന്നൂര് പഴിഞ്ഞം ഉമ്മന്നൂർ സോഡിയം പൊട്ടാസ്യം ടാബ്ലറ്റ് കഴിച്ചോ? രാവിലെ 500 mg വൈകിട്ട് 500 mg കഴിച്ചിട്ടുണ്ടോ? ആരും കഴിച്ചില്ല. അപ്പൊ എല്ലാവരും ഭയങ്കര ആരോഗ്യമുള്ള ആൾക്കാരായിരുന്നോ? യഥാർത്ഥത്തിൽ വെറും 25 മില്ലിഗ്രാം ഒരു ദിവസം കിട്ടേണ്ട വൈറ്റമിൻ സി ആണ് കോവിഡ് വന്ന കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? സെലിൻ ടാബ്ലറ്റ് 500 mg ദിവസം അയൺ, കോപ്പർ, പൊട്ടാസ്യം, മഗ്നീഷ്യം അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സാധാരണ നിങ്ങളെ കൃഷിയുമായി ബന്ധപ്പെട്ട് പറയാം മണ്ണിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് അതെല്ലാം എന്താണ് ഹ്യൂമൻ ബോഡിയിലും അടങ്ങിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ മണ്ണ് കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് പറയുന്നത് കേട്ടോ. മണ്ണിൽ എന്തൊക്കെ ഉണ്ടോ? സ്വർണ്ണം ഉണ്ടോ നമ്മുടെ ബോഡിയിൽ? 2 ഞാൻ താമസിക്കുന്ന കൂണിന്റെ എന്തെല്ലാം സാധനം ഉണ്ടാക്കാൻ പറ്റും അതെല്ലാം നമ്മൾ വാട്ടിച്ചിട്ടുണ്ടാക്കിയിരിക്കും. അതാണ് നമ്മളെ അതായത് പ്രമേഹ രോഗമുള്ളവര് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയപ്പോ അവരുടെ പ്രമേഹം നിയന്ത്രിക്കുന്നതായിട്ട്, പ്രമേഹം ഇല്ലാതാകുന്നതല്ല, എന്താണ് പ്രമേഹം നിയന്ത്രിക്കുന്നതായി കണ്ടുപിടിക്കും. പ്രമേഹ രോഗം വന്നാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അതിനെ. അഞ്ചലാണ് ഈ സ്ഥലം കേട്ടോ. ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെ മൊത്തം എണ്ണപ്പനയുടെയാണ്. എണ്ണപ്പന പാമോയിലൊക്കെ ഉണ്ടാക്കത്തില്ലേ?